തിരുവനന്തപുരത്ത് നഴ്സറി വിദ്യാർത്ഥിയുടെ മൂക്കിൽ കുടുങ്ങിയ മാലമുത്ത് പുറത്തെടുത്ത് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥൻ. മുത്തുകുടുങ്ങിയത് നെടുമങ്ങാട് വിമല ഹൃദയ കോൺവെന്റിലെ വിദ്യാർത്ഥിയുടെ മൂക്കിൽ. തൃശൂർ മാന്നാറിൽ തകർന്നുകിടക്കുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തീരുമാനമായി. പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഊരാളുങ്കൽ സൊസൈറ്റി പ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വീടുകളിൽ നിന്നും മീറ്ററുകൾ മോഷണം പോയി. ജൽജീവൻ പദ്ധതി പ്രകാരം വീടുകളിൽ സ്ഥാപിച്ച വാട്ടർ റീഡിംഗ് മീറ്ററുകളാണ് മോഷണം പോയത്. തിരുവനന്തപുരത്ത് വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ നടത്തിയത് മുസ്ലിം ലീഗ് നെടുമങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ. മുസ്ലിം ലീഗ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഷാജഹാൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മാന്നാർ ഗ്രാമപഞ്ചായത്ത് അങ്കണവാടി കലാമേള കൺമണിക്കൂട്ടം സംഘടിപ്പിച്ചു. മന്ത്രി സജി ചെറിയാൻ കലാമേള ഉദ്ഘാടനം ചെയ്തു. പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന വിപുലമായ പ്രസ്ഥാനമായി അങ്കണവാടികളെ മാറ്റാൻ സർക്കാരിന് കഴിഞ്ഞെന്ന് മന്ത്രി പറഞ്ഞു. തൃശൂർ കൊരട്ടി മധുര കോഴ്സ് സ്വിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കൂട്ടായ്മയായ സൗഹൃദവേദിയുടെ 13ാമത് സ്നേഹസംഗമം നടന്നു. മുതിർന്ന അംഗം രാജപ്പൻ തമ്പാൻ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി വലിയ ജുമാ മസ്ജിദും ശബരിമല ഇടത്താവളവും സന്ദർശിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. മുൻ MP സി ഹരിദാസ്, വി സെയ്ദു മുഹമ്മദ് തങ്ങൾ, MV ശ്രീധരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തൃശൂർ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ മണ്ണുത്തി ഏരിയ മാടക്കത്തറ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ മിന്നും വിജയം സ്വന്തമാക്കിയ കുറ്റിപ്പുറം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ വിദ്യാർത്ഥി K മുഹമ്മദ് സയാന PTA അനുമോദനം. മുഹമ്മദ് സയാൻ സ്വന്തമാക്കിയത് ജൂനിയർ വിഭാഗം ജാവലിംഗ് ത്രോയിൽ മീറ്റ് റെക്കോർഡും ഡിസ്കസ് ത്രോയിലും ജാവലിംഗ് ത്രോയിലുമായി ഇരട്ട സ്വർണം. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ വിജയിച്ച അരുവിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി സിജോ ചന്ദ്രന് അനുമോദനം. അരുവിക്കര MLA അഡ്വക്കേറ്റ് G സ്റ്റീഫൻ കളത്തറയുടെ നേതൃത്വത്തിൽ മൊമന്റോ നൽകി അനുമോദിച്ചു. സിജോ ചന്ദ്രന്റെ വിജയം HSS വിഭാഗം വർക്കിംഗ് മോഡൽ മത്സരത്തിൽ.